MDMA ഡീലറെ ബാംഗ്ലൂരിൽ പോയി അറസ്റ്റ് ചെയ്തിരിക്കുന്നു കേരള പോലീസ് എന്നൊരു വാർത്ത വരുന്നുണ്ട്. ആലപ്പുഴ മാവേലിക്കര ചാരുമൂട് സ്വദേശി സഞ്ജു ആർ പിള്ളയാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന പ്രധാനിയാണ് ഇയാൾ. പ്രതിക്ക് രാജ്യാന്തര ലഹരിക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ക്യാമ്പയിൻ നടക്കുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട വാർത്ത, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. MDMA ഡീലറെ ബാംഗ്ലൂരിൽ പോയി അറസ്റ്റ് ചെയ്തിരിക്കുന്നു കേരള പോലീസ്. മോനെ ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, വളരെ പ്രധാനപ്പെട്ട കാര്യം, പോലീസിന്റെ നിർണായകമായ നീക്കം, വലിയ ഒരു ലഹരിക്കടത്ത് കണ്ണിയിലെ പ്രധാനപ്പെട്ട ഭാഗമാണോ ഇയാൾ? അരുൺകുമാർ, അതായത് കഴിഞ്ഞ വർഷം നവംബർ 26-ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷിഹാസ 31 ഗ്രാം MDMAയുമായാണ് ഡാൻസ് ഓഫിന്റെ പിടിയിലാവുന്നത്. അന്ന് തന്നെ പോലീസ് വലിയ രീതിയിൽ ഇയാൾക്ക് എവിടെ നിന്നാണ് ലഹരി കിട്ടിയതെന്നുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. പിന്നീട് ഇയാൾ കൃത്യമായിട്ടുള്ള ഒരു മൊഴികളൊന്നും പോലീസിന് നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണമിടപാടുകൾ കൃത്യമായി തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് ഇയാൾക്ക് ലഹരി നൽകിയിട്ടുള്ള ബാംഗ്ലൂരിലെ മലയാളി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി അയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ആലപ്പുഴ മാവേലിക്കര ചാരുമൂട് സ്വദേശിയായിട്ടുള്ള സഞ്ജു ആർ പിള്ളയാണ് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. സഞ്ജു ആർ പിള്ളയെ ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിട്ടുള്ള വിമിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് തന്നെ എത്തി ബാംഗ്ലൂരിൽ നിന്ന് സഞ്ജു ആർ പിള്ളയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കേരളത്തിലേക്ക് വലിയ തോതിൽ ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് സഞ്ജു ആർ പിള്ള. കൊല്ലത്തും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും എല്ലാം ലഹരി വലിയ രീതിയിൽ കടത്തിയതിന് ഇയാൾക്കെതിരെ കേസുണ്ട്. മാത്രമല്ല, രാജ്യാന്തര ലഹരി കടത്ത സംഘങ്ങളുമായി വലിയ ബന്ധമുള്ള വ്യക്തിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള സഞ്ജു ആർ പിള്ള എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഏതായാലും ഇയാളെ കേന്ദ്രീകരിച്ച് മറ്റ് രാജ്യാന്തര രീതിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന കൂടുതൽ സംഘങ്ങളെ വലയിലാക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നു. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് വലിയ രീതിയിലുള്ള ഒരു പരിശ്രമത്തിനൊടുവിലാണ് സഞ്ജു ആർ പിള്ളയെ വലയിലാക്കിയത്. നേരത്തെ പിടിയിലായ യുവാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ആ യുവാവ് മൊഴി നൽകാൻ തയ്യാറാവാത്തതുകൊണ്ട് തന്നെ ആ യുവാവിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് സഞ്ജു ആർ പിള്ളയെ പോലീസ് അതിവിദഗ്ധമായി തന്ത്രപൂർവ്വം വലയിലാക്കുന്നത്. ഏതായാലും ബാംഗ്ലൂരിൽ പോയി കേരള പോലീസ് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന MDMA കടത്തുന്ന പ്രധാന ഡീലറെ പോലീസ് പിടികൂടി കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഏതായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ കൂടുതൽ ലഹരി സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അരുൺകുമാർ നിലവിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്.